നിങ്ങൾ എപ്പോഴെങ്കിലും ഫോണില്ലാത്തൊരു ലൈഫിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിലവിൽ മൊബൈൽ റീചാർജിൻ്റെ പ്ലാനുകളൊക്കെ റിവൈസ് ചെയ്തൊരു സാഹചര്യത്തിൽ നിങ്ങളിതിനെക്കുറിച്ചൊന്ന് ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ ബജറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന തീരുമാനമാണ് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. VI, എയർടെൽ, ജിയോ ഇവരെല്ലാം ഭീമമായ ഒരു തുകയാണ് റീചാർജിനകത്ത് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. എത്രയൊക്കെയാണ് വർദ്ധിപ്പിച്ചത് എന്നുള്ള ഡീറ്റെയിൽസാണ് ഇതിനകത്തുള്ളത്. ജൂലൈ 3 മുതൽ എയർടെല്ലിലും ജിയോയ്ക്കും ഇത് ബാധകമാണ്. ജൂൺ 4 മുതൽ വോഡാഫോണിൽ ഇത് ബാധകമാണ്. എങ്ങനെയൊക്കെയാണ് ചാർജിൽ വരുന്ന മാറ്റം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോക്കകത്ത് നോക്കാം. 11% മുതൽ 24% വരെയുള്ള വർധനയാണ് VIയുടെ റീചാർജിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. 179 രൂപയുടെ റീചാർജ് 199 രൂപയായി മാറി. 459 509 മാറി. 1799 1999 മാറി. ഒരു വർഷത്തേക്കുള്ള റീചാർജ് ആയിട്ടുള്ള 2899 രൂപ നിലവിൽ 3499 രൂപയായി മാറി. അതായത് ഏകദേശം ഒരു 600 രൂപയോളമാണ് അതിനകത്ത് കൂടിയത്. ഈ തരത്തിലാണ് ഇതിനകത്തുള്ളത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിനകത്ത് തന്നെ കാണാൻ പറ്റും. മുഴുവൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നില്ല. വീഡിയോയുടെ ലെങ്ത് ഒരുപാടായിപ്പോവും, നമുക്ക് ആകെ ഒരു ബോറടി ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാത്തത്. ഇനി നമുക്ക് എയർടെല്ലിൻ്റെ റീചാർജ് പ്ലാൻ ഒന്ന് നോക്കാം. 11% മുതൽ 21% വരെയാണ് എയർടെല്ല് റീചാർജിനകത്ത് കൂട്ടിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. 179 രൂപയുടെ റീചാർജ് നിലവിൽ 199 രൂപയായി മാറും. 455 509 മാറും. 1799 1999 മാറും. ആ തരത്തിലാണ് ഇതിൻ്റെ വർധനവ്. ഇതിനകത്ത് ശരിക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ജിയോയുടെ പ്ലാന് കൂടി ഒന്ന് നോക്കാം. 12% മുതൽ 25% വരെയുള്ള വർധനവാണ് ജിയോയുടെ റീചാർജ് പ്ലാനിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. 185 രൂപയുടെ പ്ലാൻ ഇനി 189 രൂപയ്ക്ക് കിട്ടും. 209 പ്ലാന് 249 മാറിയിട്ടുണ്ട്. 239 299 മാറി. 299 349 മാറി. അതുപോലെ ഒരു വർഷത്തേക്കുള്ള 2999 രൂപയുടെ പാക്കേജ് ഇനി മുതൽ 3599 രൂപയ്ക്ക് മാത്രമേ നമുക്ക് ലഭിക്കൂ. ഈ തരത്തിലുള്ള വർധനവാണ് മൊത്തത്തിൽ നാളെയും മറ്റന്നാളുമായിട്ട് നിലവിൽ വരാൻ പോകുന്നത്. മൊബൈൽ ഫോണും റീചാർജും ഒക്കെ അത്രയും പ്രാധാന്യം നിറഞ്ഞതായി നമ്മുടെ ജീവിതത്തിൽ വന്ന സ്ഥിതിക്ക് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സാധാരണക്കാരും ഇടത്തരക്കാരുമായിട്ടുള്ള ആളുകളെയായിരിക്കും. അതുപോലെ തന്നെ മൊബൈൽ സേവനദാതാക്കൾ ഇനി വാരിക്കൂട്ടാൻ പോകുന്നത് ഓരോ വർഷവും ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന് അധികമായി 47,500 കോടി രൂപയാണ്. പണ്ട് നമ്മൾ 10 രൂപയ്ക്കും 20 രൂപയ്ക്കുമൊക്കെ റീചാർജ് ചെയ്താൽ പോലും ആജീവനാന്ത വാലിഡിറ്റി ഉണ്ടായിരുന്നതിൽ നിന്ന് ഇപ്പോൾ നിർബന്ധമായും ഒരു നിശ്ചിത തുക റീചാർജ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ചൂഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളത് അനുഭവിച്ചു പോകുന്നു. നമ്മളല്ലാതെ വേറെ ആരും ഇതിനെതിരെ ശബ്ദമുയർത്താനുണ്ടാവില്ല. നമുക്ക് മിനിമം നമ്മുടെ പ്രതിഷേധമെങ്കിലും രേഖപ്പെടുത്താം. റൈസ് യുവർ ഹാൻഡ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഗുഡ് ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി മറ്റൊരു ദിവസം നമുക്ക് കാണാം. ഗുഡ് ബൈ.